അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹധന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വതആല നിർബന്ധമാക്കിയ നോമ്പുകളുണ്ട്, പ്രവാചകനിലൂടെ ഐച്ഛികമാക്കിയ ചില നോമ്പുകളുണ്ട്. അങ്ങനെ ഐച്ഛികമായ നോമ്പിനും സുന്നത്തായ നോമ്പിനും അതുപോലെ തന്നെ ഫർളായ നോമ്പിനും അള്ളാഹു നിശ്ചയിച്ച കൂലികളുണ്ട്. ആ കൂലി നിശ്ചയിക്കാൻ അധികാരം അള്ളാഹുവിന് മാത്രമാണ്. ഒരു നോമ്പെടുത്താൽ എത്ര കൂലി നൽകും എന്നത് അള്ളാഹുവിൻ്റെ അധികാരത്തിലുള്ളതാണ്. അതല്ലാതെ ഈ ലോകത്തുള്ള ഒരാൾക്കും അത് നിശ്ചയിക്കാൻ അധികാരമില്ല, പ്രവാചകന് പോലും അതിന് അവകാശമില്ല. എന്നാൽ നമ്മുടെ നാട്ടിൽ ചില പ്രാസംഗികന്മാർ അവർ സ്റ്റേജ് കെട്ടി സമുദായത്തിൻ്റെ പൈസ വാങ്ങി സമുദായത്തെ ലാ ഇലാഹ ഇല്ലല്ലയിലേക്ക് ക്ഷണിക്കുന്നതിനു പകരം, അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്നതിന് പകരം ചില മുരീദന്മാരിലേക്ക്, ചില മശായിഖന്മാരിലേക്ക് അവർ ക്ഷണിക്കുകയാണ്. പ്രവാചകന്മാർ അഖിലവും വന്നത് ലാ ഇലാഹ ഇല്ലല്ല പ്രബോധനം ചെയ്യാനാണ്. എന്നാൽ ഇവരുടെ പ്രബോധനം കണ്ടാൽ മുഹീദ്ദീൻ ഷെയ്ഖിലേക്കാണ് പ്രബോധനം നടത്താൻ ഇവരെ നിയോഗിച്ചത് എന്നുവരെ ചിന്തിച്ചു പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അവർ ഒരു ചരിത്ര സംഭവം പറയുന്ന ഒരു വിഷയം നമുക്ക് ഇവിടെ കേൾക്കാം. അതായത് ഷെയ്ഖിൻ്റെ ജീലാനി, അതായത് മുഹീദ്ദീൻ ഷെയ്ഖിൻ്റെ വീട്ടിലേക്ക് ചില മശായിഖന്മാർ, ഔലിയാക്കന്മാർ അവരുടെ വീട്ടിലേക്ക് സന്ദർശിക്കാൻ വേണ്ടി പോയപ്പോൾ അവിടെ ഒരു ഖാദിമുണ്ട്. ആ ഖാദിം അന്ന് നോമ്പായിരുന്നു. എല്ലാവരും ഭക്ഷണം കഴിക്കുമ്പോൾ ഈ ഖാദിമ മാത്രം നോമ്പ് നോറ്റി നിൽക്കുക എന്നുള്ളത് ശരിയല്ലല്ലോ. അതുകൊണ്ട് മുഹീദ്ദീൻ ഷെയ്ഖ് പറഞ്ഞു, ഭക്ഷണം കഴിച്ചു കൊള്ളുക. ഭക്ഷണം കഴിച്ചു കൊള്ളുക എന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹം പറയാണ്, അന സ്വാഇമുൻ, ഞാൻ നോമ്പുകാരനാണ്, അതുകൊണ്ട് എനിക്ക് ഭക്ഷണം വേണ്ട എന്ന് മാന്യമായി പറഞ്ഞു. അപ്പോൾ മുഹീദ്ദീൻ ഷെയ്ഖ് ഉടനെ പറയാണ്, എന്താ പറയുന്നത്, അത് നിങ്ങൾക്ക് നേരിട്ട് കേൾക്കാം. ഒരു ദിവസം മുഹീദ്ദീൻ ഷെയ്ഖിനെ കാണാൻ ഔലിയാക്കന്മാര്, വേറെ ഒരുപാട് ഔലിയാക്കന്മാര് വരുന്നു. എല്ലാവർക്കും വേണ്ടി ഭക്ഷണം കൊണ്ടുവരുന്നു. ഭക്ഷണത്തിന് ഇരുന്നപ്പോൾ ശൈഖ് അവറുകൾ ഖാദിമിനോട് പറയാണ്, നിങ്ങളിവിടെ ഇരിക്കൂ, നമ്മുടെ കൂടെ ഭക്ഷണം കഴിക്കൂ. അപ്പോഴാ ഖാദിമ് പറഞ്ഞു, അനസ്വായിമുൻ, ഞാൻ നോമ്പ് നിൽക്കുന്ന ആളാണ്, ഞാൻ നോമ്പുകാരനാണ്, ഞാൻ ഭക്ഷണം കഴിക്കൂല. അപ്പോൾ പറഞ്ഞു, ഞങ്ങളെ കൂടെ ഭക്ഷണം കഴിച്ചോളൂ, വലക അജ്റു ശഹർ, ഒരു മാസത്തെ കൂലി ഞങ്ങൾ തരാം, ഒരു മാസത്തെ കൂലി, ഞങ്ങളെ കൂടെ ഭക്ഷണം കഴിച്ചോളൂ. വലക അജ്റു ശഹർ, ഒരു മാസത്തെ കൂലി നൽകാമെന്നാണ്. ആരാ പഠിപ്പിച്ചത്? ഇനി അവിടെ തീർന്നോ? ഒരു മാസത്തെ കൂലി തരാമെന്ന് പറഞ്ഞപ്പോൾ ഖാദിമു വീണ്ടും പറയാണ്, ഞാൻ നോമ്പുകാരനാണ്, എന്നെ വിട്ടേക്കൂ എന്ന് പറയുമ്പോൾ വീണ്ടും മുഹീദ്ദീൻ ഷെയ്ഖ് പറഞ്ഞത്രേ, നോമ്പ് മുറിച്ചിട്ട് ഞങ്ങളെ കൂടെ ഭക്ഷണം കഴിക്കുക, എന്നിട്ട് എത്ര കൂലി തരാമെന്നാ പറഞ്ഞത്, അത് നിങ്ങൾക്ക് കേൾക്കാം. ഖാദിം പറഞ്ഞു, അനസ്വായിം, ഞാൻ നോമ്പുകാരനാണ്, അനങ്ങൂല. അവ പറഞ്ഞു, ഞങ്ങളെ കൂടെ ഭക്ഷണം കഴിച്ചോളൂ, ഒരു വർഷത്തെ കൂലി തരാം. കേട്ടില്ലേ? ആദ്യം ഒരു മാസത്തെ കൂലി തരാമെന്ന് പറഞ്ഞു. അപ്പം അത് കഴിയില്ല, ഞാൻ നോമ്പുകാരനാണ്, എന്നെ വിട്ടേക്കൂ, ഞാൻ അനങ്ങൂല എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും മുഹീദ്ദീൻ ഷെയ്ഖ് പറഞ്ഞത്രേ, നീ നോമ്പ് ഒഴിവാക്കിയിട്ട് നമ്മുടെ കൂടെ ഭക്ഷണം കഴിക്ക്, നിനക്ക് ഒരു വർഷത്തെ കൂലി തരാം. അപ്പോഴും ആ ഖാദിമായ മനുഷ്യൻ പറയാണ്, ഞാൻ നോമ്പുകാരനാണ്, എന്നെ വിട്ടേക്കൂ എന്ന് പറയുമ്പോൾ വീണ്ടും മുഹീദ്ദീൻ ഷെയ്ഖ് വീണ്ടും അതിൻ്റെ പ്രതിഫലം വർദ്ധിപ്പിച്ചു കൊടുക്കുമത്രേ. അത് നിങ്ങൾക്ക് കേൾക്കാം. അപ്പോഴും മൂപ്പര് പറയുന്നു, അനസ്വായിമുൻ, ഞാൻ നോമ്പുകാരനാണ്. പിന്നെ പറഞ്ഞു, ജീവിതകാലം മുഴുവനും നോമ്പ് നോറ്റ കൂലി തരാം, ഞങ്ങളെ കൂടെ തിന്നോളൂ. കേട്ടില്ലേ? ഒരു നോമ്പിന് ജീവിതകാലം മുഴുവൻ നോമ്പ് നോറ്റ കൂലി നൽകാമെന്ന്. ഈ കൂലി നൽകുന്നതാരാ? ഇതാരാ നിശ്ചയിച്ചത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും നോമ്പിൻ്റെ ഫضലുകൾ പറയുമ്പോൾ ജീവിതകാലം മുഴുവൻ നോമ്പ് നോറ്റ കൂലി എന്നൊരിക്കലും ഒരു നോമ്പിനെക്കുറിച്ചും പഠിപ്പിച്ചിട്ടില്ല. അത് വാജിബായ നോമ്പിനെക്കുറിച്ച് പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഹി മുഖേന നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഇവരൊക്കെ ഇത് പറയുക? ഒരു ജീവിതകാലം മുഴുവൻ നോമ്പ് നോറ്റ കൂലി നൽകാമെന്ന് ആ നോമ്പ് മുറിച്ചാൽ, നോമ്പ് പിടിച്ച് പൂർത്തിയാക്കിയാൽ പോലുമല്ല, നോമ്പ് മുറിച്ചാൽ ഒരു ജീവിതകാലം മുഴുവൻ നോമ്പ് നോറ്റ കൂലി നൽകാം എന്ന് ഷെയ്ഖ് പറഞ്ഞു അത്രേ.
അപ്പോഴും ആ മനുഷ്യൻ അതിന് സമ്മതിച്ചില്ല. ഞാൻ നോമ്പുകാരനാണ്, എന്നെ വിട്ടേക്കൂ, മാന്യനായിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു കൊടുക്കാൻ. എന്നിട്ടും വിടാതെ ഷെയ്ഖിന് ദേഷ്യം വന്നു എന്നാണ്. ഷെയ്ഖിന് ദേഷ്യം വന്നപ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന് ആ വീഡിയോയിലൂടെ നമുക്ക് കേൾക്കാം. കൂട്ടാക്കിയില്ല, ഓസുല്ലാളവിന്റെ ദേഷ്യം അങ്ങ് വന്നുപോയി. ആ സെക്കൻഡിൽ തന്നെ ഖാദിം അവിടെ വീടുകയാണ്. വയറിങ്ങനെ വീർക്കാൻ തുടങ്ങി, ശരീരം ഇങ്ങനെ വീർക്കാൻ തുടങ്ങി, രക്തവും ചലവും അതാ വായയിലേക്ക് വരികയാണ്, വായയിലൂടെ പുറത്തേക്ക് വരുന്നു. എല്ലാ മശായിഖന്മാരും ആ കാലിൽ വീഴുന്നു. ആ വീഴ്ചയിൽ ശൈഖ് ജീലാനി തങ്ങൾ മാപ്പ് ചെയ്യുന്നു, ആ രോഗമില്ലാതെയാകുന്നു. എന്നിട്ട് എന്താ സംഭവിച്ചത്? ഷെയ്ഖിന് ദേഷ്യം വന്നു. നോമ്പ് മുറിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഷെയ്ഖിന് ദേഷ്യം വന്നു. ആ ദേഷ്യം വന്നതോടുകൂടി ഈ ഖാദിമ് നിലത്ത് വീണു. വയറിങ്ങനെ വീർത്തു വരാൻ തുടങ്ങി. വായയിൽ നിന്ന് രക്തവും ചലവുമൊക്കെ ഒലിച്ചു തുടങ്ങി. അവരുടെ പ്രയാസങ്ങൾ നേരിൽ കണ്ട ഔലിയാക്കന്മാർ ഷെയ്ഖിൻ്റെ കാലിൽ വീണു അത്രേ. അങ്ങനെ എല്ലാവരും ഒന്നടങ്കം മാപ്പ് പറഞ്ഞപ്പോഴാണ് പിന്നെ ഈ മനുഷ്യനെ പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവന്നത് എന്ന് ഈ ഒരു നോമ്പിൻ്റെ വിഷയത്തിൽ ഇത്രയും പ്രചരണങ്ങൾ. ഒരു നോമ്പ് മുറിക്കാൻ പറഞ്ഞപ്പോൾ അത് മുറിക്കാൻ കൂട്ടാക്കാത്തതിൻ്റെ പേരിൽ 1 മാസം പ്രതിഫലം, അല്ലെങ്കിൽ 1 വർഷത്തെ പ്രതിഫലം, അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ നോമ്പ് നോറ്റതിൻ്റെ പ്രതിഫലം നൽകാമെന്ന് പറഞ്ഞിട്ടും ആ ഖാദിമ് കൂട്ടാക്കാത്തത് കൊണ്ട് അവിടെ ശിക്ഷാ നടപടി സ്വീകരിക്കുകയാണ്. എത്ര വലിയ അബദ്ധങ്ങളാണ് ഈ സമൂഹത്തിലേക്ക് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വിശ്വാസി സമൂഹത്തിലേക്ക്, അവരുടെ ഹൃദയങ്ങളിലേക്ക് ചില തെറ്റായ ധാരണകളും എത്തിച്ചു കൊടുക്കുകയാണ്. ശിക്ഷാ നടപടി സ്വീകരിക്കാൻ പോലും കഴിയുമെന്നല്ലേ ഈ ഒരു വീഡിയോയിലൂടെ അദ്ദേഹം പറയുന്നത്? ഇതൊക്കെ ആര് പഠിപ്പിച്ചു? ഇതൊക്കെ ഏത് കിതാബിലാണുള്ളത്? ഇതെങ്ങനെ സംഭവിച്ചു? ഇതിന് ഇങ്ങനെ നടപ്പിലാക്കാൻ അള്ളാഹുവിൻ്റെ പ്രത്യേക വഹി വല്ലവും അവർക്ക് ഇറങ്ങിയിരുന്നുവോ? സഹോദരങ്ങളെ, ഉത്തരമില്ലാത്ത കുറേ ചോദ്യങ്ങൾ ഇത്തരം പ്രസംഗങ്ങളിലൂടെ നമുക്ക് കേൾക്കുവാനും മനസ്സിലാക്കുവാനും സാധിക്കുമെന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു മായാവി കഥകൾ, ഇത്തരത്തിലുള്ള കള്ളപ്രചരണങ്ങൾ, ദുഷ്പ്രചരണങ്ങൾ, അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ, ഇതൊന്നും ഒരിക്കലും വിശ്വാസി സമൂഹം ഏറ്റെടുക്കേണ്ടതില്ല. ഇതിനെ തള്ളിക്കളയണമെന്നും ഇത്തരം പ്രചരണങ്ങൾക്കെതിരെ ശക്തമായ പോരാട്ടം നടത്തണമെന്നും ആണ് ഈ ഒരു സന്ദർഭത്തിൽ ഉണർത്തുവാനുള്ളത്. കൂടുതൽ പഠിക്കുക, മനസ്സിലാക്കുക, അന്ധവിശ്വാസങ്ങളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല കാര്യങ്ങളെ സത്യമായി മനസ്സിലാക്കുവാനും ബാത്തിലിനെ ബാത്തിലായിക്കൊണ്ട് തന്നെ മനസ്സിലാക്കി തള്ളിക്കളയുവാനുമുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.